ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ നിന്നും ജർമ്മനിയുടെ അതിർത്തി പട്ടണമായ വെയിൽ ആം റൈനിലേക്കുള്ള ട്രാമിലുള്ളൊരു യാത്രയാണ്. നമ്മുടെ ഈ ബൈസൽ ടൗണിൻ്റെ ബേസിലിൽ നിന്നും ജർമ്മനിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ട്രാം യാത്രയിൽ നമ്മൾ ഈ സ്വിറ്റ്സർലൻഡ് ജർമ്മനി അതിർത്തി വരെയും പോവുക, അവിടെ നിർത്തുക, അത്രയാണ് കാണുന്നത്. അടുത്ത വീഡിയോ നമ്മൾ ഈ വെയിൽ ആം റൈൻ എന്നുള്ള അതിർത്തി പട്ടണത്തിൻ്റെ അതിർത്തി പ്രദേശത്തുള്ള ഒരു യാത്രയും അവിടുത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലൂടെ ഉള്ള ഒരു നടത്തമാണ്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മൾ ട്രാമിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലെല്ലാം കെട്ടിടങ്ങളും വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. നമ്മൾ പല ഈ വലിയ മാൾസൊക്കെയാണ്. മൈഗ്രോസ്, കോപ്പ്, അങ്ങനെ പല സ്റ്റോറുകളുണ്ട് ഇവിടെ. നമ്മൾ ട്രാമിൽ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചിങ്ങോട്ടുള്ള ട്രാമും പോകുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒത്തിരി സൈക്കിൾ യാത്രക്കാരുണ്ട്. ഇവിടെ മോട്ടറൈസ്ഡും അല്ലാത്തതുമായിട്ടുള്ള സൈക്കിൾസ് ഉണ്ട്. ഈവൻ ഒരു ലൊക്കേഷന് ഈ വാടകയ്ക്ക് എടുക്കാവുന്ന അതുപോലെയുള്ള ലൊക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഒരു ലൊക്കേഷൻ എടുത്തിട്ട് വേറൊരു ലൊക്കേഷനിൽ വെച്ചിട്ട് നമുക്ക് പോവാം. പൈസ അടച്ചാൽ മതി. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. മിക്ക റോഡുകളിലും സൈക്കിളിന് പ്രത്യേക, ഇവിടെ തന്നെ നമുക്കൊരു മാർക്കിംഗ് കാണാം. സൈക്കിളിലുള്ള മാർക്കിംഗ് പ്രത്യേകമുണ്ട്. ഒരു ട്രാം പോയാൽ 2-3 മിനിറ്റുള്ളിൽ തന്നെ അടുത്ത ട്രാമും ഉണ്ട്. ചില ലൊക്കേഷൻസിലേക്ക് 3 മിനിറ്റൊന്നും വേണ്ട, അടുത്തടുത്ത് തന്നെയുണ്ട്. ഞാൻ പറഞ്ഞ ഒരുമാതിരിയുള്ള റിമോട്ട് ഏരിയയിലേക്ക് ആണെങ്കിൽ പോലും ഒരു 2-3 മിനിറ്റുള്ളിൽ, മാക്സിമം 5 മിനിറ്റ്സിനുള്ളിൽ ട്രാംസ് ഉണ്ട്. ഇവിടുത്തെ മരങ്ങൾ തളർത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ട്രാം അങ്ങ് പോകുമ്പോഴത്തേനും വേറെ ട്രാം ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ട് വരുന്ന ട്രാമിന് പുറകെ വേറൊരു ട്രാം നമുക്ക് തന്നെ ഈ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. ഒരു പള്ളിയുടെ ഫ്രണ്ട് സൈഡാണ് കാണുന്നത്. എൻ്റെ പുറവശത്ത് എന്തോ പണികളൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട് ഔട്ട് സൈഡിൽ. ട്രാമിലേക്ക് ഇലക്ട്രിക് ലൈനിൽ നിന്ന് കറണ്ട് എടുക്കുന്നതാണ് കാണുന്നതിൻ്റെ. ആൾക്കാർ സൈക്കിളിലും നടന്നുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. കുറേ കുട്ടികളായിട്ട് 2-3 പേര് വരുന്നുണ്ട്. ഇവിടെ സൈക്കിളുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്.
യൂറോപ്യൻ രാജ്യങ്ങൾ പലതും നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ യാത്ര പോലെ വലിപ്പമില്ലാത്തവയാണ്. ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് പോകുന്നത്ര ലാഘവത്തോടെ നമുക്ക് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടക്കാൻ പറ്റും. ഷെങ്കൻ എംബസി ഉണ്ടെങ്കിൽ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണാം. അതിലും മികച്ച അവസരം ഒരുക്കുന്ന ഒരു നഗരം സ്വിറ്റ്സർലൻഡിലുണ്ട്. ഒരിടത്ത് പോയാൽ ഫ്രാൻസും ജർമ്മനിയും സ്വിറ്റ്സർലൻഡും ഒരുമിച്ച് കാണാം. അതായത് ഒരു വെടിക്ക് 3 പക്ഷി. അതാണ് നമ്മളിപ്പം വന്ന ഈ ബാസൽ എന്ന് പറഞ്ഞ സ്ഥലം. വടക്ക് കിഴക്കൻ സ്വിറ്റ്സർലൻഡിലെ പ്രശസ്തമായ നഗരമാണ് ബാസൽ. റൈൻ നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ബാസൽ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ജനസംഖ്യയുള്ള 3ാമത്തെ നഗരമാണ്. ഏകദേശം 1,70,000 ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ചരിത്രപരവും സാംസ്കാരികവുമായി നിരവധി പ്രത്യേകതകളുള്ള ബാസൽ സഞ്ചാരികൾക്കിടയിൽ പ്രസിദ്ധമായത് 3 രാജ്യങ്ങളുടെ സംഗമസ്ഥാനമുള്ള ഇടം സ്ഥിതി ചെയ്യുന്ന നഗരം എന്ന പേരിലാണ്. ബാസലിലുള്ള ഒരു സ്മാരകമാണ് ഡെയ്ലൻ ഡെറക്. ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളുടെ അതിർത്തികൾ ഒത്തുചേരുന്ന ട്രൈ പോയിന്റ് ഇവിടെയാണ്. ഫ്രാൻസ് ജർമ്മനി അതിർത്തി, ജർമ്മനി സ്വിറ്റ്സർലൻഡ് അതിർത്തി, ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് അതിർത്തി എന്നിവ ഇവിടെ സംഗമിക്കുന്നു. യൂറോപ്പിലെ നീളം കൂടിയ 2ാമത്തെ നദിയായ റൈൻ നദിയുടെ മധ്യത്തിലാണ് ട്രൈ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. 3 രാജ്യങ്ങളുടെ അതിർത്തികൾ ഒത്തുചേരുന്ന ഇടങ്ങളെയാണ് ട്രൈ പോയിന്റ് എന്ന് വിളിക്കുന്നത്. സ്വിറ്റ്സർലൻഡിൽ ഇത്തരത്തിലുള്ള 6ഓളം ട്രൈ പോയിന്റുകളുണ്ട്. ഈ ട്രൈ പോയിന്റിനെ അടയാളപ്പെടുത്താൻ നിർമ്മിച്ച ഡെയ്ലൻ ഡെറക് സ്മാരകമാകട്ടെ സ്വിസ് പ്രദേശത്താണ് ഉള്ളത്. നദിയിൽ നിന്ന് ഏകദേശം 150 മീറ്റർ തെക്ക് കിഴക്കായി കരയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കോപ്പ് എന്നുള്ള വേറൊരു ഇവിടുത്തെ ഒരു ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, ഷോപ്പിംഗ് മാളാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ റിലയൻസ് മോറൊക്കെ പോലെയുള്ള ഈ ട്രൈ പോയിന്റിൽ നിന്ന് കഷ്ടിച്ച അരമണിക്കൂർ നടന്നാൽ മതി ജർമ്മനിയിലെ വൈലാം റൈൻ എന്ന പട്ടണത്തിൽ എത്തുക. ഇവിടെ നിന്ന് റൈൻ നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെ 5 മിനിറ്റ് നടന്നാൽ ഫ്രാൻസിലെ പട്ടണമായ ക്യുനിംഗൻ എത്താം. കാൽനട യാത്രക്കാർക്കും സൈക്കിൾ സവാരിക്കും മാത്രമായി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമായ കാൻഡിലിവർ പാലം റൈൻ നദിയിലാണുള്ളത്. വേനൽക്കാലത്ത് നദീതീരം സഞ്ചാരികളെ കൊണ്ട് നിറയും. ചൂണ്ടയിടാനും പിക്നിക്കിനും സായാഹ്നം ആസ്വദിക്കാനും എല്ലാമായി നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് കൂട്ടമായി ഒഴുകിയെത്തും. വേനലായി വരുന്നേ ഉള്ളൂ. ഇപ്പോഴും നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. തണുപ്പ് മാറി വരുന്നതേ ഉള്ളൂ. മഞ്ഞുവീഴ്ച മാറി. ഞങ്ങളുടെ യാത്ര ഏപ്രിലാണ്. ഏപ്രിൽ 21-ാം തീയതിയാണ് ഞങ്ങൾ ബാസൽ സന്ദർശിച്ച് നിറയെ കടകളാണ്. നമ്മൾ ഒരു സൈഡിലാണ് ഇപ്പോൾ കവർ ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ വെയിറ്റിംഗ് ഷെഡ്സ് ഉണ്ട്. അതുപോലെ അതിൽ അവിടെ എവിടെയെങ്കിലും ടിക്കറ്റ് എടുക്കാനുള്ള ഒരു മെഷീൻ കാണും. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ ചെടികളുടെ പൂക്കളോടുകൂടി ചെടികളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. പ്രശസ്തമായ കമ്പനികളുടെയൊക്കെ ഷോറൂംസും ഉണ്ട്.
ഇവിടെയും വഴി സൈഡിലെല്ലാം അതുപോലെ തന്നെ മിക്കയിടത്തും ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മരങ്ങൾ ഇവിടെ ഇതിൻ്റെ മനോഹാരിത വളരെ മെച്ചമാക്കുന്നുണ്ട്. ഈ ഇടങ്ങളിലെല്ലാം ആ മരങ്ങൾ ഇങ്ങനെ തളർത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വളരെ മനോഹരമാണ്. ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മഞ്ഞുള്ളപ്പോഴത്തേനും അതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞ് വെറുതെ അതിൻ്റെ ശിഖരങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്ന കാണാൻ വേറൊരു ഭംഗിയാണ്. ഇപ്പോൾ മഞ്ഞ് മാറി തളർത്ത് പൂക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് മാറുമ്പോഴത്തേനും അതിൻ്റെ ഭംഗിയൊന്ന് വേറെയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് പൂത്ത് നിൽക്കുമ്പം മറ്റൊരു ഭംഗിയാണ്. നിരവധി പ്രത്യേകതകളുള്ള നഗരമാണ് ബാസൽ. കുൻസ്റ്റ് മ്യൂസിയം, മ്യൂസിയം ഓഫ് കണ്ടംപററി ആർട്ട് തുടങ്ങി നിരവധി ആകർഷണങ്ങൾ ഇവിടെയുണ്ട്. നഗരത്തിലുടനീളം 40 മ്യൂസിയങ്ങളുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രങ്ങളൊന്നായാണ് ബാസലിനെ കണക്കാക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പഴക്കമേറിയ ഒരു സർവകലാശാലയും ഇവിടെ തന്നെയാണ്. ഈ റൈൻ നദി വഴി കണ്ടെയ്നേഴ്സ്, ശരിക്കും പറഞ്ഞാൽ ഈ റൈൻ നദി വഴിയാണ് ഇവിടെ കപ്പൽ വഴിയുള്ള സാധനങ്ങളുടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. നമ്മൾ ഈ പാലം സന്ദർശിക്കുമ്പോൾ കാണാം ഈ കണ്ടെയ്നേഴ്സുമായിട്ട് ബർജസ് ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഈ വലിയ നീളത്തിലുള്ള, പൊക്കം കുറഞ്ഞ നീളത്തിലുള്ള വളരെയധികം കണ്ടെയ്നേഴ്സ് കയറ്റാവുന്ന വലിയ ബോട്ട് പോലത്തെ സാധനം കണ്ടെയ്നേഴ്സും വലിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ പറ്റും. അതുപോലെ യൂറോപ്പിലെ ഏറ്റവും പേയ്മെൻറ്റ് പോലെ തന്നെ നമുക്ക് ശമ്പളം കിട്ടുന്ന പോലെ തന്നെ നമുക്കതുപോലെ തന്നെ ചിലവുള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ഈ ബാസലിലെ ഇന്ത്യൻസൊക്കെ ഇന്ത്യൻസ് നിന്ന് പ്രത്യേകിച്ച് മലയാളികളൊക്കെ ചെയ്യുന്നത് അവിടുന്ന് അവർ ഇപ്പം നമ്മൾ പറയുന്നത് വെല്ലൻറൈൻ എന്നുള്ള ഈ ജർമ്മനിയുടെ അതിർത്തി പട്ടണത്തിൽ പോയി അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. ഇവിടെ തമ്മിൽ നല്ല വില വ്യത്യാസമുണ്ട്. കാറിനൊക്കെ പോകുമ്പോഴത്തേനും ചെക്കിംഗ് ഉണ്ട്. നമ്മൾ ഇതിന് പോകുമ്പോഴത്തേനും ട്രാമിന് പോകുമ്പോഴത്തേനും ഞങ്ങൾ പോയിട്ട് അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴും ചെക്ക് ചെയ്തില്ല. പക്ഷേ സ്വിറ്റ്സർലൻഡ് ജർമ്മനി അതിർത്തിയിൽ പോലീസുണ്ട്. ഇത് ഇതിലൂടെ നമുക്ക് വേറൊരു പാലമാണ് ഈ കാണുന്ന വഴി. നേരെ ഇപ്പോൾ ഈ കാണുന്ന കാർ വരുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ നേരെ ഫ്രാൻസിലേക്കുള്ള ഒരു പാലമാണ്. നദിക്ക് നമ്മളപ്പുറം കാണുന്ന തൂക്കുപാലമാണ്. നമുക്ക് നടപ്പാതയും അതുപോലെ തന്നെ സൈക്കിളുകാർക്ക് മാത്രമേ അതിനകത്ത് അലൗഡുള്ളൂ. ഇതാണ് മെയിനായിട്ടുള്ള. ഇതിലൂടെ പോയാൽ നമുക്ക് അവിടുത്തെ ഈ ഫ്രാൻസിലെ എയർപോർട്ടിലൊക്കെ ചെല്ലാൻ പറ്റും. നേരെ കാണുന്ന അത് റോഡാണ്. നേരെ അവിടെ ഒരു പാലമുണ്ട്. നേരെ ഫ്രാൻസിലേക്കാണ്. ഒരു പൊങ്ങി കാണുന്ന അതിൻ്റെ സൈഡ് വഴിയാണ് ഈ റൈൻ നദി ഒഴുകുന്നത്. റൈൻ നദിക്ക് കുറുകെ ഫ്രാൻസിലേക്കുള്ളൊരു പാലം അവിടെയുണ്ട്. നമ്മളിത് കഴിഞ്ഞിട്ട് തൂക്കുപാലത്തിൻ്റെ നമ്മൾ ജർമ്മനിയിൽ ചെന്നിട്ട് നമ്മൾ 3 നേഷൻസ് തൂക്കുപാലം കാണാനാണ് പോകുന്നത്. എല്ലായിടത്തും തന്നെ സൈക്കിള് ഉണ്ട്. ചില മരങ്ങളൊക്കെ ഇപ്പോഴും ഇല ഒഴിച്ച് നിൽക്കുകയാണ്. ചിലതൊക്കെ തളർത്തിട്ടുണ്ട്.
ഇവിടെ ഈ പറഞ്ഞ പോലെ തലങ്കം വിലങ്കം ഇതിൻ്റെ ട്രാക്സ് ഉണ്ട്, ട്രാമിൻ്റെ റീൽസ് ഉണ്ട്. അതുപോലെ തന്നെ മുകളിൽ എട്ടുകാലി വില പോലെ ഇലക്ട്രിക് ലൈൻസ് ഇങ്ങനെ വലിച്ചിരിക്കുകയാണ്. ഓരോ ഈ ചെരുവിലേക്കുമൊക്കെയുള്ള കറങ്ങി പോകുമ്പോഴത്തേനും അതിനനുസരിച്ച് കറക്റ്റായിട്ട് ലൈൻസിൽ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത് കറക്റ്റായിട്ട് അതെല്ലാം വലിച്ച് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ താഴെ നോക്കിയാൽ അറിയാം അതിൻ്റെ പാളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഉണ്ട്. ഈ മരങ്ങളൊക്കെയാണ് നന്നായിട്ട് തളർത്ത് പൂത്ത് നിൽക്കുന്നു. വെയിറ്റിംഗ് ഷെഡാണ്. നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെ അതിർത്തിയോട് അടുക്കുകയാണ്. ജർമ്മനിയുടെ നമ്മൾ ആദ്യമേ ജർമ്മനിയുടെ അതിർത്തിയിലേക്കാണ് പോകുന്നത്. സ്വിറ്റ്സർലൻഡും ജർമ്മനിയും തമ്മിൽ റോഡിലാണ് അവരുടെ അതിർത്തി പങ്കിടുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് ഫ്രാൻസുമായിട്ട് ജർമ്മനിയിൽ നിന്ന് തൂക്കുപാലമുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഫ്രാൻസിലേക്ക് നമ്മൾ മുമ്പേ കണ്ടു. എയർപോർട്ടിലേക്ക് പോകുന്നൊരു പാലം വേറെയുണ്ട്, വലിയ വണ്ടികളും ഒക്കെ പോകുന്ന പാലം വഴിയുണ്ട് വേറെ. ഇത് സൈക്ലിനും ആൾക്കാർക്ക് നടക്കാനും മാത്രമായിട്ടുള്ള ഒരു തൂക്കുപാലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെയും ജർമ്മനിയുടെ അതിർത്തി. പോലീസിൻ്റെ വണ്ടികളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. പോലീസുകാർ അവിടെ ഉണ്ട്. നമുക്ക് അവിടെ അവരുടെ കവർ ചെയ്യാൻ പറ്റത്തില്ല, അത് പോലീസുകാരാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.